ചേലക്കര ബസ് സ്റ്റാൻഡ് കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് നിത്യസംഭവവും. കോൺക്രീറ്റ് അടർന്നു വീണ ഭാഗത്ത് കമ്പികൾ തെളിഞ്ഞു കാണാം. മഴ പെയ്താൽ കെട്ടിടം ചോർന്നൊലിക്കും. അറ്റകുറ്റപ്പണി യഥാസമയം നടക്കാറുമില്ല. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അർജുൻ മട്ടന്നൂർ, അറ്റകുറ്റപ്പണിയൊന്നും നടത്താറില്ല, മഴ പെയ്താൽ കഷ്ടമാണ്. നമ്മൾ ഇത് തന്നെയാണ് പലയിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊല്ലത്തെയും എറണാകുളത്തെയും ബസ് സ്റ്റാൻഡ് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തു. ചേലക്കരയിലേക്ക് എത്തുമ്പോൾ എന്താണ് അവസ്ഥ? സുജയ, ചേലക്കരയിലും സമാനമായ സാഹചര്യമാണ്. ഞാൻ നിൽക്കുന്നത് ചേലക്കര ബസ് സ്റ്റാൻഡിലാണ്. നിരവധി ബസ്സുകൾ കയറി ഇറങ്ങുന്ന ചേലക്കരയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. മാത്രവുമല്ല, നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള സ്ഥലം. ഈ ഒരു കെട്ടിടത്തിലാണ്. ഏതാണ്ട് 20 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ഈ കെട്ടിടത്തിലെ സാഹചര്യമാണ് ഇങ്ങനെ. അതായത് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ സീലിംഗ് അടർന്നു വീഴുന്നു എന്നുള്ളതാണ്. ഇതിലെ കോൺക്രീറ്റ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറിയിട്ടുണ്ട്, ഏതാണ്ട് അടർന്നു വീണിട്ടുണ്ട്. അതിലെ കമ്പികൾ, കോൺക്രീറ്റ് ഉള്ളിലെ കമ്പികൾ നമുക്ക് ഇത്തരത്തിൽ തെളിഞ്ഞു കാണാം. ഈ കമ്പികളും പുറത്തേക്ക് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഒരു കമ്പി ഇത്തരത്തിൽ താഴേക്ക് വീഴാനാവുകയും അത് തുടർന്ന് അവർ വളച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുകയാണ്. പ്രത്യേകിച്ച് വലിയ ചോർച്ച ഈ കെട്ടിടത്തിൽ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിലേക്ക് എത്തുന്ന ആളുകൾക്കും ഇതുപോലൊരു സാഹചര്യം, ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 15ഓളം ഷോപ്പുകൾ ഈ ഒരു കെട്ടിടത്തിൽ മാത്രമുണ്ട്. അപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിരവധി ഈ കടക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അവരോടൊക്കെ തന്നെ അഭിപ്രായം ചോദിച്ചിരുന്നു. പക്ഷേ ഈ പഞ്ചായത്തിന്റെ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു കെട്ടിടത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഭയങ്കര മോശമായ അവസ്ഥയാണ്. 10-20 കൊല്ലമായി ബിൽഡിംഗ് കയറിയിട്ട് അറ്റകുറ്റപ്പണിയൊന്നും ചെയ്യണില്ല. കമ്പിയൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങി. മഴക്കാലമായ ഭയങ്കര ചോർച്ച. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ റൂമിൽ ഇരിക്കാൻ തന്നെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഭയങ്കര മോശമായ അവസ്ഥയാണ്. സുജയ, ഇതിന്റെ മറ്റ് ചില ഭാഗങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. അതായത് ഈ കാണുന്ന ഭാഗം നമുക്ക് വളരെ വ്യക്തമാണ്. ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ 2 കെട്ടിടങ്ങൾക്കിടയിലുള്ള വലിയൊരു ഗ്യാപ്പ് കാണാം. ഇവിടെയും അപകടാവസ്ഥയായ ഒരു സാഹചര്യം തന്നെയാണ്. ഇനി ഈ കെട്ടിടത്തിന്റെ നമ്മൾ 1ാമത്തെ നിലയിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇതിന്റെ താഴത്തെ നിലയിലേക്ക് വന്നാൽ കൂടുതൽ പരിതാപകരമായ അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഈ കടയിലുള്ളവരും മറ്റും പറയുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഇലക്ട്രിക്കൽ റൂമാണ്. ഈ റൂമിന്റെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും ബുദ്ധിമുട്ടാണ്. ഒരു മഴ പെയ്താൽ ചിലപ്പോൾ വെള്ളം കയറാവുന്ന ഒരു മുറി, മാത്രവുമല്ല ഷോർട്ട് സർക്യൂട്ട് അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് ഈ കെട്ടിടത്തിൽ ഉള്ളത്. ഇലക്ട്രിക്കൽ റൂമിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോയ്ലറ്റിന്റെ അവസ്ഥയും നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ ബസ് സ്റ്റാൻഡിൽ ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലുള്ള ആകെയുള്ള ഒരു ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് മുറി എന്ന് പറയുന്നത് തന്നെ വളരെ മോശം അവസ്ഥയിലാണ്. ഇവിടെയും ഇത്തരത്തിൽ നേരത്തെ കണ്ടതുപോലെ കോൺക്രീറ്റ് ഏത് നിമിഷവും അടർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു മുറിയാണിത്. ഈ ടോയ്ലറ്റിന്റെ ഭാഗം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർക്കടക്കം ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ അടർന്നു വീഴാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ചേട്ടാ, എങ്ങനെയാ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ എങ്ങനെയാ? ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ മഴക്കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോർച്ചയൊക്കെ ഉണ്ടാവാറുണ്ടോ? ടോയ്ലറ്റൊക്കെ എങ്ങനെയാ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? എന്തായാലും സുജയ, ഇത്തരത്തിൽ നേരത്തെ നമ്മൾ ഈ കടക്കാരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് പലർക്കും പരസ്യമായി പ്രതികരിക്കാനൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കെട്ടിടം ഈ ഭാഗം കണ്ടാൽ കുറച്ചുകൂടി അതിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവും. ഇത്രയും വലിയ കോൺക്രീറ്റ് പാളിയായിട്ടാണ് ഇവിടെ അടർന്നു കിടക്കുന്നത്. ഏത് നിമിഷവും ഇത് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതൊരു വലിയ ദുരന്തം തന്നെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇത്തരത്തിൽ ചേലക്കര ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ബസ് സ്റ്റാൻഡിൽ 2 കെട്ടിടങ്ങളുണ്ട്. അർജുൻ മട്ടന്നൂർ, തുടരുക. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കോൺക്രീറ്റ് അടർന്നു വീഴുന്നു. ഇതെന്തൊരവസ്ഥയാണ്? ചേലക്കര എന്ന പേരിലെ ചേല് എന്തുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്നില്ല എന്നതിന് ഉത്തരം ബന്ധപ്പെട്ട അധികൃതർ പറയേണ്ടതാണ്. ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ പൊതു ഇടങ്ങൾ കിടക്കേണ്ടത്. അവിടമൊക്കെ സുരക്ഷിതമാക്കി സൗകര്യപ്രദമാക്കി നിലനിർത്തേണ്ട ബാധ്യത അത് ബന്ധപ്പെട്ട അധികൃതർക്കുണ്ട് എന്നത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇക്കാര്യത്തിൽ എല്ലായിടങ്ങളിലേക്കും
സ്ഥലങ്ങളിലേക്കും നമ്മുടെ വാർത്താ സംഘം പോകുന്നുണ്ട്. ഇത് നമ്മൾ കാട്ടിക്കൊടുക്കേണ്ട ഒരു വസ്തുതയാണ്. പൊളിഞ്ഞിളകി കിടക്കുന്ന ചുമരുകളും മേൽക്കൂരകളുമുള്ള ഇടങ്ങളിലേക്കല്ല, പൊതു ഇടങ്ങളിലേക്ക് ജനങ്ങൾ എത്തേണ്ടത്, സേവനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ജീവനക്കാരുടെയും ജനങ്ങളുടെയും സുരക്ഷിതത്വം അതും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരികെ എത്തും റിപ്പോർട്ടർ ലൈവ് എത്തോണിലേക്ക്.